വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മാർക്കൊക്കെ കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 2024 ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയ്ത് നോക്കുക, എന്നിട്ട് മാർക്കൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച് പോവുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: Dash is one of the features of cooperation in which an individual is free to join the society and resign from his membership at his will and discretion. ഓപ്ഷൻസ് നോക്കാം: ഇക്വിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ, വോളണ്ടറി അസോസിയേഷൻ. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അതായത് സഹകരണത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഫീച്ചറാണ് അല്ലേ. ഇൻഡിവിജ്വലിന് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുവാനും അതുപോലെ തന്നെ റിസൈൻ ചെയ്യുവാനും, മെമ്പർഷിപ്പിൽ നിന്ന് അവരുടെ ഇഷ്ടപ്രകാരം റിസൈൻ ചെയ്യുവാനും ഉള്ള ഒരു അധികാരമുണ്ട് അല്ലേ. അതിനൊരു ഫ്രീഡം അവർക്കുണ്ട്. അത് എന്താണെന്നാണ് ചോദിച്ചത്? ഇക്വിറ്റി ആണോ, സോഷ്യൽ ജസ്റ്റിസ് ആണോ, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ആണോ, വോളണ്ടറി അസോസിയേഷൻ ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക? വോളണ്ടറി അസോസിയേഷനാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ വൺ വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, ബി പ്രോഫിറ്റബിൾ ബിസിനസ്, സി പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ഡി പറഞ്ഞിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. അപ്പോൾ ഇതിലേതാണ് കോർപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവിൽ ഉൾപ്പെടാത്തത്? എലിമിനേഷൻ ഓഫ് മിഡിൽമാനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് സഹകരണം വർക്ക് ചെയ്യുന്നത് അല്ലേ. പ്രോഫിറ്റബിൾ ബിസിനസ്, പ്രോഫിറ്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫിലേക്കുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് ലൈഫ് കൊടുക്കുന്നത് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരാൻ വന്നത് പ്രോഫിറ്റബിൾ ബിസിനസ് എന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ട്രാൻസ്ഫർ ആൻ എമൗണ്ട് നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് ടു റിസർവ് ഫണ്ട്. എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ട്രാൻസ്ഫർ ആൻ എമൗണ്ട് നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് ടു റിസർവ് ഫണ്ട്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 25. ഏതാണ് ഉത്തരമായിട്ട് വരിക? 25% ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. 25% ആണ് അവർ മാറ്റിവെക്കേണ്ടത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നത് 25% കുറയാത്തതാണെന്ന് ഓർത്തു വയ്ക്കുക. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്റ്റിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കൊക്കെ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. 25% അവിടെ വരുന്നത്. അടുത്തത്: ദ സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. സെൻട്രൽ മിനിസ്ട്രി എന്നാണ് നിലവിൽ വന്നത്? 6th July 2021, 16th January 2020, 6th July 2020, 16th January 2021. അപ്പോൾ എന്നാണ്? വർഷം ആണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത്, വർഷമാണ്. ഇപ്പോൾ കറക്റ്റ് ഡേറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ് അടക്കം പഠിച്ചു വെക്കണം കേട്ടോ. ഏതാ ഡേറ്റ് വന്നിട്ട്? 6th July 2021 സഹകരണ വകുപ്പ് മിനിസ്ട്രി തുടങ്ങിയത്. അതുകൂടാതെ അന്ന് തൊട്ടിട്ട് തന്നെ ആരാണ്? അമിത്ഷാ തന്നെയാണ് മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അടുത്തത്: 3 ഹോൾഡിംഗ് ഹാൻഡ്സ് ഇൻ ഔട്ടർ സർക്കിൾ വിത്ത് എ മെസ്സേജ് പീസ്, പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെറിറ്റി എന്ന് എഴുതി കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന്? ഏതൊരു തീമിൻ്റെ ഉള്ളിലാണ്? 3 ഹോൾഡിംഗ് ഹാൻഡ്സ് ഔട്ടർ സർക്കിളിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പീസ്, പ്രോഗ്രസ്, പ്രോസ്പെറിറ്റി എന്ന് എഴുതിയിട്ടുള്ള ആരുടെ ലോഗോ ആണെന്നാണ് ചോദ്യം. NDDB ആണോ, നബാർഡ് ആണോ, നാഫഡ് ആണോ, NCUA ആണോ? ആരുടെ ലോഗോ ആണത്? ഉത്തരം പറയാം. NCUAയുടെ ലോഗോ ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ NCUAയുടെ ലോഗോ ഏതാണ്? 3 ഹോൾഡിംഗ് ഹാൻഡ്സ് ഇൻ ഔട്ടർ സർക്കിൾ വിത്ത് എ മെസ്സേജ് പീസ്, പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെറിറ്റി. 3 P കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ബാങ്കിങ് ആക്ടിവിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ മോണിറ്റേർഡ് ബൈ. UCBയുടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് ആരാണ് മോണിറ്റർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എ രജിസ്ട്രാർ, ബി കേരള ബാങ്ക്, സി RBI, ഡി നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ ഓപ്ഷൻസ്
സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെഴുതാം, RBA എന്ന് ഉത്തരം എഴുതാം. UCBയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് RBA ആണ് അല്ലേ. ഡ്യുവൽ കൺട്രോളുള്ള സ്ഥാപനമാണ് UCB. 7ാമത്തെ ചോദ്യം, വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം എന്തുമായി ബന്ധപ്പെട്ട, റിലേറ്റ്സ് ടു ഡാഷ്. ഓപ്ഷൻ എ ഇഫ്കോ, ഓപ്ഷൻ ബി ക്രിപ്കോ, ഓപ്ഷൻ സി നാഫെഡ്, ഓപ്ഷൻ ഡി NHP. ആരുമായി ബന്ധപ്പെട്ടതാണ് വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം എന്നത്? അപ്പോൾ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം? ഇഫ്കോയുമായി ബന്ധപ്പെട്ടതാണ് വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം. അടുത്തത്, ക്രോപ്പ് ലോൺ സിസ്റ്റം വാസ് റെക്കമെൻഡഡ് ബൈ. ക്രോപ്പ് ലോൺ സിസ്റ്റം ആരാണ് റെക്കമെൻഡ് ചെയ്തത്? ഇത് കമ്മിറ്റിയാണെന്നാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണോ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണോ, അതുപോലെ ക്രാഫി കാർഡാണോ, ACRC ആണോ? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയില്ലേ, അതാണ് ഈ ACRC എന്ന് പറഞ്ഞത്. ആരാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം വന്നിട്ട്. അപ്പോൾ ഏതാ ഉത്തരമായിട്ട് വരിക? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ദ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള വേർ. ഇത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്, സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന പാറ്റേണിൽ നിന്ന് മാറിയിട്ടുള്ള നല്ലൊരു ചോദ്യമാണ്. ദ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള വേർ മെമ്പേഴ്സ് ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് മാനേജിംഗ് കമ്മിറ്റി. വേർ ദ മെമ്പേഴ്സ് ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് മാനേജിംഗ് കമ്മിറ്റീസ് ആർ വൺ and the same, and hence there is no question of electing to director board by general body. ഇത് ഏത് സ്ഥാപനത്തിൻ്റെ ഘടനയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോപ്പറേറ്റീവ് കേരളയിലെ മെമ്പേഴ്സും ജനറൽ ബോഡി ആൻഡ് മാനേജിംഗ് കമ്മിറ്റി ഒന്നാണെന്ന്, സെയിം ആണെന്ന്. ഹെൻസ് ദർ ഈസ്, അതുകൊണ്ട് തന്നെ അവിടെ ഡയറക്ടർ ബോർഡിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ എറൈസ് ചെയ്യുന്നില്ല എന്നാണ്. ജനറൽ ബോഡി ഡയറക്ടർ ബോർഡിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ എറൈസ് ചെയ്യാത്തത് ആരുടെ ഒരു ഇതിലാണ്? DWCS ആണോ, ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ അതിലാണോ, കൺസ്യൂമർ ഫെഡിലാണോ, അതായത് PCCLസിലാണോ, ഹൗസ് ഫെഡിലാണോ, എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതിലാണ് ഇങ്ങനെ ഒരു ഘടന വരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഫെഡിലാണ് കേട്ടോ. സോ ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേരള വേർ മെമ്പേഴ്സ് ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് മാനേജിംഗ് കമ്മിറ്റി ആർ വൺ, ഒന്നാണ് ആൻഡ് ദ സെയിം. ഹെൻസ് ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഇലക്ടിങ് ടു ഡയറക്ടർ ബോർഡ് ബൈ ജനറൽ ബോഡി എന്ന് ഓർത്തു വയ്ക്കുക. കൺസ്യൂമർ ഫെഡാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. കൺസ്യൂമർ ഫെഡിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓപ്പറേഷൻ സ്പ്രെഡ് ഓവർ മോർ ദാൻ 2 സ്റ്റേറ്റ്സ്. 2 സ്റ്റേറ്റിൽ അല്ലേ, മോർ ദാൻ 2 സ്റ്റേറ്റ്സ്, 2 സ്റ്റേറ്റിൽ കൂടുതൽ. ടു ബി ഡൺ വിത്ത്, ആരാ ചെയ്യുന്നത്? അവരുടെ രജിസ്ട്രേഷൻ ആരാ ചെയ്യുന്നത്? നമുക്കറിയാം അല്ലേ, ഒന്നിലധികം സ്റ്റേറ്റുകളിലായിട്ട് കിടക്കുന്ന സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യുന്നത് ആരാണ്? RBA ആണോ, നബാർഡ് ആണോ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, അതോ സെൻട്രൽ രജിസ്ട്രാർ ആണോ? ആരാണ് ഉത്തരമായിട്ട് വരിക? സെൻട്രൽ രജിസ്ട്രാർ ആണ് അല്ലേ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ രജിസ്റ്റർ ചെയ്യുന്നത് സെൻട്രൽ രജിസ്ട്രാർ ആണ്. സോ അതാണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വൺ ദാറ്റ് ഡസ് നോട്ട് ഫോം ദ പില്ലേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ്. കോപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ പില്ലർ അല്ലാത്ത ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി, പ്രെഡിക്റ്റബിലിറ്റി, ഈ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേതാണ് കോപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ പില്ലേഴ്സ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? നമുക്കറിയാം, പ്രോഫിറ്റബിലിറ്റി ആണെന്നറിയാം അല്ലേ. അപ്പോൾ അത് പഠിക്കേണ്ടത് ട്രാൻസ്പെറൻസി ഉള്ളതാണ്, അക്കൗണ്ടബിലിറ്റി ഉള്ളതാണ്. ഈ പ്രോഫിറ്റബിലിറ്റിക്ക് പകരം പാർട്ടിസിപ്പേഷനാണ് വരിക കേട്ടോ. ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പാർട്ടിസിപ്പേഷൻ, പ്രെഡിക്റ്റബിലിറ്റി, ഇതാണ് പില്ലേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്നറിയപ്പെടുന്നത്. ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പാർട്ടിസിപ്പേഷൻ ആണ് അവിടെ വരിക കേട്ടോ. പാർട്ടിസിപ്പേഷൻ, പ്രെഡിക്റ്റബിലിറ്റി, ഇതാണ് 4 പില്ലേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം. അപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണോ, മാർക്കറ്റിംഗ് ആണോ, കയർ കോപ്പറേറ്റീവ്സ് ആണോ, പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ആരുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്താണെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ആരുമായി ബന്ധപ്പെട്ടതാണ്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ആരുമായി ബന്ധപ്പെട്ടതാണ്? മാർക്കറ്റിംഗ്
കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്താണെന്ന് നോക്കണം അല്ലേ. അത് നോക്കിയാലല്ലേ നമുക്കത് ഇനി അതിന്ന് വേറെ വല്ല ക്വസ്റ്റ്യൻസും വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മാർക്കറ്റിങ്ങിൽ പ്രോഡക്ട്സ് സൊസൈറ്റി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് സൊസൈറ്റി പർച്ചേസ് ചെയ്യുന്നു അല്ലേ മെമ്പേഴ്സിൽ നിന്നും. അപ്പോൾ അവിടെ എന്താണ് മാർക്കറ്റ് പ്രൈസ് റൂൾ ചെയ്യുന്നത്, എന്താണോ മാർക്കറ്റ് പ്രൈസ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ആ വിലയ്ക്കാണ് അവരത് എടുക്കുക. ആ പേയ്മെൻറ്റ് അപ്പം തന്നെ കൊടുത്തിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. സൊസൈറ്റി അപ്പം തന്നെ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത് കേട്ടോ. എവിടെ? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൽ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം പേയ്മെൻറ്റ് ആ സമയത്ത് പർച്ചേസിൻ്റെ സമയത്ത് തന്നെ കൊടുക്കുന്നു. അപ്പോൾ അതുമൂലം കർഷകർക്ക് അതൊരു സഹായമാണ്, പക്ഷേ സൊസൈറ്റിയെ സംബന്ധിച്ച് അതൊരു റിസ്ക്കാണ് അല്ലേ. സൊസൈറ്റി ഒരു വലിയ ബാധ്യതയാണ്. ഈ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ സൊസൈറ്റീനെ അത് സാരമായി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസ് നോട്ട് ലെസ് ദാൻ 10% നെറ്റ് പ്രോഫിറ്റ് എവിടെ മാറ്റിവെക്കും? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന പേരിൽ മാറ്റിവെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടും ആരുമായി ബന്ധപ്പെട്ടതാണ്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ്. അവരതിൻ്റെ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10% എവിടേക്ക് മാറ്റിവെക്കുന്നത്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നത്. അപ്പോൾ അതാണ് ഇതിലൊരു കൺസെപ്റ്റിൽ മനസ്സിലാക്കാനുള്ളത് കേട്ടോ. ഇത്തരത്തിൽ പ്രിവൈലിംഗ് മാർക്കറ്റിൽ എന്താണോ പ്രിവൈലിംഗ് റേറ്റ് ഉള്ളത് അത് വെച്ച് ഫാർമേഴ്സിന് കയ്യിൽ നിന്ന് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വാങ്ങുന്നു, എന്നിട്ട് അതൊരു സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം മാർക്കറ്റിൽ എന്തെങ്കിലും വിലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് സൊസൈറ്റി സഹിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റിസ്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% അവർ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടായിട്ട് മാറ്റിവെക്കും. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് അവരെന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും ആ സമയത്ത് റിസ്ക് വന്നു കഴിഞ്ഞാൽ അവരത് ഡീൽ ചെയ്തോളും. ഓക്കെ, അതാണ് ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം വന്നിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1995 അപ്രൂവ്ഡ് ബൈ ദ ICA ജനറൽ അസംബ്ലി ഹെൽഡ്. ഏത് ICA ജനറൽ അസംബ്ലിയിലാണ്? 1995. വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് ICAയുടെ ഭാഗം. നമ്മൾ ICAയുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1995 അപ്രൂവ്ഡ് ബൈ ദ ICA ജനറൽ അസംബ്ലി ഹെൽഡ് ഇൻ. ജനറൽ അസംബ്ലി എവിടെയാണ് ഹെൽഡ് ചെയ്തത്? 1995 നടന്നത് മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോൺഫറൻസും നോക്കി വെക്കണം. പ്രധാനപ്പെട്ടതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായി പഠിച്ച് പോകണം കേട്ടോ എക്സാമിന് പോകുമ്പോൾ. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. അടുത്ത ചോദ്യം, ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ആരുടെ ഫീച്ചറാണെന്ന്. അപ്പോൾ നമ്മൾ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ഒക്കെ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ആരുടെ ഫീച്ചറാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൺസ്യൂമർ ആണോ, മാർക്കറ്റിംഗ് ആണോ, പ്രോസസ്സിംഗ് ആണോ, ഇൻഡസ്ട്രീസ് ആണോ? അപ്പോൾ ഇവിടെ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം എന്താണ്? കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ ഒരു ഫീച്ചറാണ് ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഈ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം? അതിന് മറ്റൊരു പേര് പറയാറുണ്ട്, അതും ചോദിക്കാറുണ്ട് കേട്ടോ. വാല്യൂ കൺട്രോൾ സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട് എന്ത്? ഈ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് വാല്യൂ കൺട്രോൾ സിസ്റ്റം എന്നും ചോദ്യം വരാറുണ്ട് കേട്ടോ. ഇത് ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. DWCSും അതുപോലെ തന്നെ വലിയ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസൊക്കെ ഫോളോ ചെയ്യുന്ന സ്പെഷ്യൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് എന്ത്? ഈ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതായത് ഇതിനെ വാല്യൂ കൺട്രോൾ സിസ്റ്റം എന്നും വിളിക്കും. ഇവർ ഈ സിസ്റ്റത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുഡ്സ് വേണം കേട്ടോ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് വേണം. അപ്പോഴാണ് ഇത് സ്യൂട്ടബിൾ ആവുള്ളൂ. ചെറിയ രീതിയിലുള്ള സ്ഥാപനങ്ങൾക്കൊന്നും അല്ല അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അവർ സ്റ്റോക്കിനെ മെയിൻ സ്റ്റോക്കൊന്നും റീറ്റെയിൽ സ്റ്റോക്കൊന്നും രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. അതായത് മെയിൻ സ്റ്റോക്കൊന്നും റീറ്റെയിൽ സ്റ്റോക്കൊന്നും 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കും. എന്നിട്ട് ഈ 2 ഭാഗങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് 2 ആൾക്കാരാണ് കേട്ടോ. ഈ മെയിൻ സ്റ്റോക്ക് അത് ചോദിക്കാറുള്ളതാണ്. മെയിൻ സ്റ്റോക്ക് ആരുടെ കസ്റ്റഡിയിലാണ് വരിക? സെക്രട്ടറി, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സ്പെഷ്യൽ ഓഫീസർ അപ്പോയിൻറ്റഡ് ഫോർ ദിസ് പർപ്പസ് അല്ലേ. സെക്രട്ടറി അല്ലെങ്കിൽ എനി ഓഫീസർ അപ്പോയിൻറ്റഡ് ഫോർ ദിസ് പർപ്പസ് അവരാണ് മെയിൻ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. റീറ്റെയിൽ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? റീറ്റെയിൽ സ്റ്റോക്കിൻ്റെ കസ്റ്റഡിയും ഇൻചാർജും ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ സെയിൽസ്മാൻ ആയിരിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കാണാറുള്ളതാണ് കേട്ടോ. ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ സെയിൽസ്മാൻ ആണ് റീറ്റെയിൽ സ്റ്റോക്കിൻ്റെ കസ്റ്റഡിയൻ.
പിന്നെ ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഒരുമിച്ച് ലയബിലിറ്റി രജിസ്റ്ററിൽ അവർ ഡെബിറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈ ബ്രാഞ്ച് മാനേജേഴ്സിൻ്റെയും അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെയും കയ്യിൽ നിന്ന് സിഗ്നേച്ചർ ഒബ്റ്റെയിൻ ചെയ്യണം. അവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ ക്ലറിക്കൽ എറർ കുറയ്ക്കാനും ക്ലറിക്കൽ വർക്ക് കുറയ്ക്കാനും ഫ്രോഡുകളൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. കൺസ്യൂമർ സൊസൈറ്റീസ് DWCSും അതുപോലെ തന്നെ വലിയ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് ഇൻ ഇന്ത്യ. ആദ്യത്തെ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് ഇൻ ഇന്ത്യ എവിടെയാണ്? ഗുവാഹത്തി ആസാമിലാണോ? പിന്നെ നിയോഗോൺ ബംഗാൾ, ജാങ്ങിൻ പഞ്ചാബ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്. വയനാട് ഇൻ കേരള. സോ ഇത് വെറൈറ്റി ഒന്നുമില്ല, നമുക്ക് പഠിച്ച് അറിയാവുന്നത് തന്നെയാണ്. ജാങ്ങിൻ പഞ്ചാബാണെന്ന്. സോ നിങ്ങൾ 1, 2, 3 ഒക്കെ നോക്കി വയ്ക്കുക. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് മാത്രം നിർത്തരുത് കേട്ടോ. നെക്സ്റ്റ് 16ാമത്തെ, ആരാണ് വാംനികോമിൻ്റെ പബ്ലിക്കേഷനാണ്? ഡാഷ് ഈസ് പബ്ലിഷ്ഡ് ബൈ വാംനികോം. വാംനികോം ഏതാണ്? ഓപ്ഷൻ എ പറഞ്ഞിട്ട് കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ്, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ സി വിനിമയ, ഓപ്ഷൻ ഡി ഗ്രാമിയ. ഏതാണ് വാംനികോമിൻ്റെ പബ്ലിക്കേഷൻസ് സാധാരണ ചോദിക്കാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതാണ്? ഇവിടെ ആൻസർ വന്നിട്ട് കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്നതാണ് നമ്മുടെ വാംനികോമിൻ്റെ ഉള്ളത്. പിന്നെ കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ആരുടെയാണ്? NCUAയുടെയാണ്. വിനിമയ ആരുടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റിൻ്റെയാണ് വിനിമയ. ഗ്രാമിയ നമ്മുടെ നബാർഡിൻ്റെയാണ്. ദ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഫണ്ട് ചെയ്യുന്നത് ആരാണെന്നാണ്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് ഫണ്ടഡ് ബൈ, നല്ല ക്വസ്റ്റ്യനാണ് കേട്ടോ. RBI ആണോ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, സെൻട്രൽ ഗവൺമെൻറ് ആണോ, ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കവേർഡ് ബൈ ദ സ്കീം ആരാണെന്നാണ്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് ഫണ്ടഡ് ബൈ ആരാ? ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കവേർഡ് ബൈ ദ സ്കീമാണ് കേട്ടോ. സ്കീമിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏതൊക്കെ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിന് കറക്റ്റായിട്ട് സ്കീം ഉണ്ടല്ലോ. അപ്പോൾ ആ സ്കീമിലാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കവേർഡ് ബൈ ദ സ്കീമാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, നോക്കി വയ്ക്കുക. അടുത്തത്, ദ കോപ്പറേറ്റീവ്സ് ഓഫ് ഡാഷ് ഗീവ് ഇമ്പോർട്ടൻസ് ടു പ്രൊഡക്ഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് ദേ റൈസ് എ സ്ലോഗൻ ബാക്ക് ടു ലാൻഡ്. ലാൻഡിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് ഏത് രാജ്യത്തെയാണെന്ന്? ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, കാനഡ. എവിടുത്തെ ഒരു സ്ലോഗൻ ആണെന്ന് ചോദിച്ചത്? ബാക്ക് ടു ലാൻഡ് എന്നത്. ഉത്തരം ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസിലെയാണ് ബാക്ക് ടു ലാൻഡ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ദ കോപ്പറേറ്റേഴ്സ് ഓഫ് ഡാഷ് ഗീവ് ഇമ്പോർട്ടൻസ് ടു പ്രൊഡക്ഷൻ കോപ്പറേറ്റീവ്സിന് പ്രാധാന്യം കൊടുക്കുക. എന്നിട്ട് അതിന് സ്ലോഗനാണ് ബാക്ക് ടു ലാൻഡ് കേട്ടോ. ഫ്രാൻസിലാണ് കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, ദ ബാങ്ക് ഇൻ വിച്ച് ഓൺലി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ വെർ അലൗഡ് ടു ബി മെമ്പേഴ്സ്. ദ ബാങ്ക് ഇൻ വിച്ച് ഓൺലി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മാത്രം അല്ലേ അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് വെർ അലൗഡ് ടു ബി മെമ്പേഴ്സ് ആവുക. അത് ഏത് ടൈപ്പിലാണെന്ന്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഏതാണ് ഉത്തരമായിട്ട് വരിക? ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. രജിസ്ട്രാറാണ് തീരുമാനിക്കുക കേട്ടോ മെമ്പേഴ്സിന്. അപ്പോൾ രജിസ്ട്രാർ തീരുമാനിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അപ്രൂവ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് അവിടെ മെമ്പറായിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, വേർ എ പ്രൈമറി ഓർ സെൻട്രൽ സൊസൈറ്റി സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി, സച്ച് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഡിസ്പോസ്ഡ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ്, ദ ആപ്ലിക്കൻ്റ് സൊസൈറ്റി ഈസ് എ ഡീംഡ് മെമ്പർ ഓഫ് ദ സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി. അതായത് പ്രൈമറി ഓർ സെൻട്രൽ സൊസൈറ്റിക്ക് അപ്ലിക്കേഷൻ കൊടുക്കുമ്പം എത്ര ദിവസത്തിനകം ഡിസ്പോസ് ചെയ്യണം എന്നാണ് ചോദിച്ചത്. ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ, എത്ര ദിവസത്തിനകം ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ, ലഭിച്ച് എത്ര ദിവസത്തിനകം ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അതെന്താവും? ഒരു അഫിലിയേറ്റ് ചെയ്തതായി കണക്കാക്കപ്പെടും എന്നാണ് ചോദ്യം കേട്ടോ. എത്ര ദിവസത്തിനകം അഫിലിയേറ്റ് ചെയ്തില്ലെങ്കിലാണ് അത് അഫിലിയേറ്റ് ചെയ്തതായി കണക്കാക്കപ്പെടും, അല്ലെങ്കിൽ ഡീംഡ് മെമ്പർ ആക്കപ്പെടും. അത്രയേ ഉള്ളൂ. അപ്ലിക്കൻ്റ് സൊസൈറ്റീനെ ഡീംഡ് മെമ്പർ ആക്കും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് ചെയ്തതാക്കും എന്ന് പറയണ എത്ര ദിവസമാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. 60 ഡേയ്സ് ആണോ, 45 ഡേയ്സ് ആണോ, 30 ഡേയ്സ് ആണോ, 2 months ആണോ, ഏതാണ് ആൻസറായിട്ട് വരിക? 45 ഡേയ്സ് ആണ് ആൻസറായിട്ട് വരിക കേട്ടോ. ഓക്കെ, 45 ദിവസമാണ് കേട്ടോ. അടുത്തത്, ദ സൊസൈറ്റി ഷാൾ നോട്ട് ഇൻവെസ്റ്റ് നോട്ട് മോർ ദാൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ പർച്ചേസ് ഓഫ് ലാൻഡ് ഓർ ലീസ് ഓഫ് ലാൻഡ്. അതായത് സൊസൈറ്റി എത്ര ശതമാനത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, എന്തുമ്പിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ലാൻഡ് പർച്ചേസ് ചെയ്യാനോ ലീസ് ഓഫ് ലാൻഡിനോ? 5% ആണ് ഉത്തരം വരിക കേട്ടോ. 5% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത്. 22 എളുപ്പമുള്ള ചോദ്യമാണ്. CRAR റിഫേഴ്സ് ടു. അപ്പോൾ എളുപ്പമുള്ള ചോദ്യം ഉണ്ട് കേട്ടോ. CRAR റിഫേഴ്സ് ടു എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ ആണോ, ക്യാപിറ്റൽ റിസർവ് റേഷ്യോ ആണോ, അതോ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ആണ് എന്ത്? CRAR എന്നത് അല്ലേ. അടുത്ത ചോദ്യം, നിയർ മണി റേഷ്യോ. നിയർ മണി റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. നിയർ മണി റേഷ്യോ. നിയർ മണി റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? കറണ്ട് അസറ്റ്സും ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണോ, ക്വിക്ക് അസറ്റും ലയബിലിറ്റീസും ആണോ, ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റീസും ആണോ, അതോ നൺ ഓഫ് ദി എബവ് ആണോ? അപ്പോൾ ക്വിക്ക് റേഷ്യോയുടെ മറ്റൊരു പേരാണ് നിയർ മണി റേഷ്യോ എന്നത്. അപ്പോൾ ക്വിക്ക് റേഷ്യോ തന്നെയാണ് ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ ലയബിലിറ്റീസ് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരിക. ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ ലയബിലിറ്റീസ് ആണ്. നിയർ മണി റേഷ്യോ എന്ന് പറഞ്ഞാലും ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാലും ഒന്നാണ് കേട്ടോ. അടുത്തത്, റിസർവ് ഫോർ എക്സസ് പ്രോഫിറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഡാഷ് സൊസൈറ്റീസ്. എക്സസ് പ്രോഫിറ്റിന് റിസർവ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റീസാണ്? ഫിഷറീസ്, വീവേഴ്സ്, വുമൺ, നൺ ഓഫ് ദി എബവ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, അപ്പോൾ നോക്കി വെക്കണം. റിസർവ് ഫോർ എക്സസ് പ്രോഫിറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഡാഷ് സൊസൈറ്റീസ് എന്നാണ് ചോദ്യം. ഏത് സൊസൈറ്റീസിലാണ്? വീവേഴ്സാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. വീവേഴ്സാണ്. റിസർവ് ഫോർ എക്സസ് പ്രോഫിറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ വീവേഴ്സ് സൊസൈറ്റീസ് എന്ന് പഠിച്ചു വയ്ക്കുക. ഇനി 25ാമത്തെ ചോദ്യം. 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. 25ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ പാറ്റേൺസ്. പാറ്റേൺസിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഡിപ്രീസിയേഷൻ മെത്തേഡ് ഏതാണ്? ആന്വിറ്റി മെത്തേഡാണോ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണോ, സിങ്കിങ് ഫണ്ട് മെത്തേഡാണോ, ഡിമിനിഷിങ് ബാലൻസിങ് മെത്തേഡാണോ? ഏത് മെത്തേഡാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡാണ് ഏറ്റവും അനുയോജ്യമായത് കേട്ടോ. ഏതിന്? പാറ്റൻറ്റിന് കേട്ടോ. സിങ്കിങ് ഫണ്ട് മെത്തേഡാണ് പാറ്റൻറ്റിന് ഏറ്റവും അനുയോജ്യമായത്. അപ്പോൾ 25 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. താങ്ക്